ബിജു നമ്മളെ രഞ്ജിത്തിനെ കാണാലോ അവിടെ പോയടോ. പോയി 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 എടാ ഗോളൊന്നും അടിച്ചിക്കില്ല, ഓരോ കല്യാണം കഴിക്കാത്ത ദിവസമായിക്കുള്ളൂ. ഞാൻ ഇതിനെ പറ്റി ഇപ്പം പറഞ്ഞിക്കാള്ളൂ. എന്നെ കൊണ്ട് കുറ്റം പറഞ്ഞായിരിക്കും. അല്ലടാ നമ്മളെ സുമേഷ് ലോട്ടറി അടിച്ചിട്ടുണ്ടാ? അടിച്ചിക്കോ? അടിക്കാൻ ചാൻസ് ഇല്ലാലോ. ഏയ് ഉണ്ടാകില്ല. അല്ലേ വേണ്ട, നമുക്ക് രജീഷിനെ വിളിച്ചോക്കാലോ. ഓന്റെ സുഹൃത്തല്ലേ. എടാ രജീഷേ, ഞാനാടാ. പിന്നെ നമ്മളെ സുമേഷിന് ലോട്ടറി അടിച്ചിക്കടാ? ഇല്ലാലോ. ഇല്ലടാ. കല്യാണത്തിന് മുന്നേ എന്തൊക്കെയാനടാ മെസ്സേജ്. ഇപ്പൊ ഇനി നോക്കി കണ്ടിക്കോ. 100 ചായപ്പൊടി, 100 തക്കാളി, 500 ഉള്ളി, 1 കിലോ അരി, 5 കിലോ വെളിച്ചെണ്ണ, 500. മോനെ കുറച്ച് സാധനമായി കൊണ്ട് കൊടുക്കട്ടെ, വീട്ടിലിട്ടോ. ഓൾഡ് മെസ്സേജ് അയച്ചു. എന്നാ പിന്നെ കാണാം. ഞാൻ വേഗം വരാം. ഓക്കെ. ഞാനിപ്പം വന്നിട്ടൊക്കെ കൂടി എന്നെ പറ്റി ആയിരിക്കും ഇവര് പറയാ. എന്തേലും ആട്ടെ. വിജയേട്ടാ, നിങ്ങൾക്ക് അറിയോ, ഓ സാധനം വാങ്ങുമ്പോല്ല ഓനോന്റെ ഓളെ ഭയങ്കര പേടിയാ. ഇല്ലടോ, ഉച്ചയായില്ലേ? പോണ്ടേ? പോണോ? എനിക്ക് തിരക്കൊന്നുമില്ല. എനിക്ക് ഒരു തിരക്കുമില്ല. എനിക്ക് തിരക്കില്ലേ? ഇല്ല. എന്നാ ഇങ്ങോട്ട് ഇരിക്കും. ഞാൻ പോയി ചോറിന് തരാം. നിങ്ങൾ പോയിട്ട് പിന്നെ ഞാൻ തിരിക്കുക, എന്നാ ഞാനും പോവേ. എന്നാൽ ഓനെന്താ തിരക്ക്? വെറുതെ ഇരിക്കുന്നു. ഓനും തിരക്കോ? വെറുതെ എന്തോ ഉടായിപ്പോ പറഞ്ഞാവല്ലോ. രഞ്ജിത്താണെ പോവുക ചെയ്തല്ലോ. നീ ആരെ ഒന്ന് വിളിച്ച് കിട്ടുക. രജീഷിനെ തന്നെ വിളിച്ചു നോക്കാം. ഹലോ, രജീഷേ, ഇത് ഞാനാടോ. എന്റെ മോനെ, എന്റെ രഞ്ജിത്ത് ഇപ്പൊ അങ്ങ് പോയിക്കാളൂ. എന്താണോ ഓന്റെ ഒരു കമാ? ഹലോ ഹലോ, വെക്കല 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 വെക്കല. അയറ്റാ വലിയ തിരക്കല്ലേ ഇവന്. ഇവന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? പ്ലംബിങ്ങും വയറിങ്ങും നടത്തിയിട്ട് കമ്മീഷൻ അടിക്കുന്ന ഇവ ഭയങ്കര തിരക്കോട്ട് തിരക്ക്. പിന്നെ തന്റെ കോട്ട കഴിഞ്ഞിട്ടില്ലാലോ. ഇനിയിപ്പോ ആരെയൊന്നും അനീനൊന്ന് വിളിച്ചോക്കാം. ആ ബാ മറത്തി.